ഹോർമൂസിൽ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഉടലെടുത്ത സംഘർഷം ഇറാൻ മേഖലയെ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്നത് ആശങ്കയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. കപ്പലുകൾ ആക്രമിച്ചതിന്റെ പേരിൽ അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തുകയും ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തുവെങ്കിലും അടുത്ത ദിവസം സ്ഥിതി ശാന്തമായിരുന്നു. പക്ഷേ ഇറാനിൽ വീണ്ടും പലവട്ടം അമേരിക്ക ആക്രമണം നടത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന തോന്നലാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാനിലെ 150 സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയത് വലിയൊരു യുദ്ധകാഹളമായാണ് ഇറാൻ കാണുന്നത്. ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധത്തിൽ ഇത്രയും തീവ്രമായ ആക്രമണം ഇറാന് നേരെ ഉണ്ടായത് ആദ്യമായാണ്. ആയുധങ്ങൾ സ്വരുക്കൂട്ടി ശക്തമായ ആക്രമണം നടത്താനാണ് അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്ന ചില അന്താരാഷ്ട്ര വിദഗ്ധരുടെ പ്രവചനം സത്യമായിരിക്കുന്നു. വെടിനിർത്തൽ കാലയളവ് ആയുധപ്പുര നിറയ്ക്കാൻ തന്നെയാണ് ഇറാനും ഉപയോഗിച്ചത്. യുദ്ധത്തിന് മുൻപുണ്ടായിരുന്നതിലും ഇരട്ടി ഡ്രോണുകൾ അവർ തയ്യാറാക്കി കഴിഞ്ഞുവെന്ന് കഴിഞ്ഞ മാസം തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ്. ആക്രമണങ്ങളെ തുടർന്നുള്ള നഷ്ടങ്ങളിൽ നിന്ന് കരകയറാനുള്ള ശേഷിയും അവർ വർദ്ധിപ്പിച്ചു. കഴിഞ്ഞയാഴ്ച ഇറാനിലെ ഒരു റെയിൽവേ ട്രാക്ക് വ്യോമാക്രമണത്തിൽ തകർന്നിരുന്നു. പക്ഷേ രണ്ടാം ദിവസം അത് പഴയ പോലെയാക്കി ഇറാൻ അധികൃതർ. റെയിൽവേ ട്രാക്ക് നന്നാക്കുന്നതിൽ ഇറാൻ കൈവരിച്ച ഈ വേഗം അവരുടെ സൈനിക ശേഷിയുടെ പ്രതിഫലനമാണ് എന്ന് പാശ്ചാത്യ പ്രതിരോധ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് കൊണ്ടും കൊടുത്തും മുന്നോട്ടു പോകാൻ ഇറാൻ സജ്ജമായിരുന്നുവെന്ന്. അമേരിക്കയുടെ വാക്കുകളോട് കടുത്ത അവിശ്വാസം പുലർത്തുന്ന ഇറാൻ വീണ്ടും ഒരു യുദ്ധമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയിരുന്നു. അമേരിക്ക കഴിഞ്ഞ ദിവസങ്ങളിലായി ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുസൈസ്ഥാൻ പ്രവിശ്യയിലെ ഹെൻഡിജാൻ, മഹ്ഷഹർ, അബാദാൻ, ബുഷഹർ, അസുലയെ എന്നിവിടങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. എന്നാൽ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നത് ബന്ദർ അബ്ബാസും സിരിക്കുമാണ്. ഇന്നലെ ആക്രമണം നടത്തിയത് ബന്ദർ അബ്ബാസ്, ഖിഷൻ ദ്വീപ്, ഹാജിയാബാദ് എന്നിവിടങ്ങളിലാണ്. ഖിഷൻ ദ്വീപിൽ 11 മിസൈലുകൾ പതിച്ചതായാണ് റിപ്പോർട്ട്. ഹോർമൂസ് കടലിടുക്കിൽ തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ബന്ദർ അബ്ബാസ് സുപ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. ഇപ്പോൾ പ്രധാന ഇറാനിയൻ നാവിക താവളമാണ്. പ്രധാന ഇറക്കുമതി കേന്ദ്രവുമാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ ഇടുങ്ങിയ ഭാഗത്ത് തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. അതാണ് അമേരിക്ക ഇവിടെ നിരന്തരം ആക്രമിക്കാൻ കാരണം. ബന്ദർ അബ്ബാസിന് സമീപമാണ് ഖിഷൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഭൂഗർഭ സൈനിക കേന്ദ്രങ്ങൾ, അന്തർവാഹിനി താവളങ്ങൾ, മിസൈൽ സൈലോകൾ എന്നിവ ഉള്ളത്. സമുദ്രഗതാഗതം നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഇറാന് കഴിയുന്നത് ഖിഷൻ ദ്വീപിലെ സൈനിക സംവിധാനങ്ങൾ കാരണമാണ്. പോരാത്തതിന് സ്വതന്ത്ര വ്യാപാര വ്യാവസായിക മേഖലയായി ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലവുമാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമായ തിരക്കേറിയ തുറമുഖങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ ട്രാൻസ്ഷിപ്മെന്റ് പോയിന്റുമാണ് ഇത്. ഇറാനെ സാമ്പത്തികമായും സൈനികമായും തകർക്കുക എന്ന ലക്ഷ്യത്തിലാണ് അമേരിക്ക ഇവിടങ്ങളിൽ തുടർച്ചയായി ഉന്നം വയ്ക്കുന്നത്. ഹോർമൂസിന് മേലുള്ള ഇറാന്റെ നിയന്ത്രണം അവസാനിപ്പിക്കണമെങ്കിൽ ഖിഷൻ ദ്വീപിനെ ഇല്ലാതാക്കണം. അതാണ് അമേരിക്കയുടെ ആത്യന്തികമായ ലക്ഷ്യം. കഴിഞ്ഞ ദിവസത്തെ അമേരിക്കൻ ആക്രമണങ്ങളിൽ ഇറാന്റെ വൈദ്യുതി ഗ്രിഡിന് കനത്ത നാശം സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. 2000-ലധികം കേന്ദ്രങ്ങൾ തകർന്നതായും സർക്കാർ വൈദ്യുതി കമ്പനി വ്യക്തമാക്കുന്നു. അമേരിക്കൻ ആക്രമണങ്ങളെ തുടർന്ന് ഇറാന്റെ ദേശീയ വൈദ്യുത ശൃംഖലയ്ക്ക് വൻ നാശനഷ്ടം നേരിട്ടതായും ഏകദേശം 4200 മെഗാവാട്ട് ഉൽപാദനശേഷി നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ ഗ്രിഡിലുടനീളമുള്ള 2000-ലധികം കേന്ദ്രങ്ങൾക്ക് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു. അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് ഇറാൻ മറുപടി നൽകുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചാണ്. ഇതുവരെ കണ്ട ഏറ്റവും വലിയ വ്യോമാക്രമണത്തിനുള്ള മറുപടി ഇറാൻ നൽകിയത് ജോർദാനിലും ആക്രമണം നടത്തിയാണ്. ജോർദാനിലെ പ്രിൻസ് ഹസൻ എയർബേസിലെ മിസൈൽ ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയെന്നും ഇറാൻ സേന അറിയിച്ചു. സൗദി അറേബ്യ ഒഴിവാക്കി മറ്റെല്ലാ GCC രാജ്യങ്ങളിലും ഇറാൻ ആക്രമണം നടത്തി. കുവൈറ്റിലെ അമേരിക്കൻ HIMARS മിസൈൽ ലോഞ്ചറുകളെ ലക്ഷ്യമിട്ടതായി IRGC പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ US ആക്രമണത്തിൽ തിരിച്ചടിച്ച ഇറാന്റെ മിസൈൽ അവശിഷ്ടം പതിച്ച് ഖത്തറിൽ ഒരു കുഞ്ഞുൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും സുരക്ഷിതമാണ് എന്നും നിയമാനുസൃതമായി സർവീസ് നടത്തുന്ന എല്ലാ കപ്പലുകൾക്കുമായി പാത തുറന്നു നൽകിയിരിക്കുകയാണ് എന്നും US സെൻട്രൽ കമാൻഡ് പറയുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതായും മേഖലയിലെ ഇടപെടലുകൾ അമേരിക്ക അവസാനിപ്പിക്കുന്നതുവരെ കപ്പലുകളെ കടത്തിവിടില്ല എന്നും ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് US സെൻട്രൽ കമാൻഡിന്റെ പ്രസ്താവന. അമേരിക്ക നിർദ്ദേശിക്കുന്ന ബദൽ പാതകൾ ഉപയോഗിക്കുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. US നിർദ്ദേശിച്ച ജലപാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന അമേരിക്കൻ കണ്ടെയ്നർ കപ്പൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ആക്രമിച്ചിരുന്നു.
ഹോർമൂസ് കടലിടുക്ക് വഴി സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളോട് ഒമാന്റെ സമുദ്രാതിർത്തിയിലൂടെയുള്ള ജലപാത ഉപയോഗിക്കാൻ അമേരിക്ക നിർദ്ദേശിച്ചതാണ്. ഈ പാത ഉപയോഗിക്കുമ്പോഴാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചിലർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹോർമൂസ് അടച്ചതായി ഇറാൻ 2 ദിവസം മുൻപ് തന്നെ അറിയിച്ചു. ഇറാൻ അംഗീകരിക്കാത്ത കടൽപാത ഉപയോഗിക്കാൻ അമേരിക്ക കപ്പലുകളോട് ആവശ്യപ്പെടുന്നു എന്ന് IRGC നേരത്തെ ആരോപിച്ചിരുന്നതുമാണ്. ഈ മേഖലയിലെ അമേരിക്കയുടെ ഇടപെടൽ അവസാനിക്കുന്നതുവരെ തന്ത്രപ്രധാനമായ ആ ജലപാതയിലൂടെ കപ്പലുകളെ കടന്നുപോകാൻ അനുവദിക്കില്ല എന്ന് IRGC വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനോ കുഴിബോംബ് നീക്കം ചെയ്യുന്നതിനോ കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനോ ഉള്ള ഏതൊരു തീരുമാനവും ടെഹ്റാന്റെ മാത്രം അവകാശമാണ് എന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസഡർ പറഞ്ഞതും അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. തന്ത്രപ്രധാനമായ ജലപാതയ്ക്ക് മേലുള്ള ഇറാന്റെ അവകാശവാദത്തെ ശക്തിപ്പെടുത്തുന്ന ഈ പ്രഖ്യാപനം ഹോർമൂസിനെ വിലപേശലിന് ഇനിയും ഉപയോഗിക്കുമെന്ന കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. ഇറാനിയൻ തീവ്ര മതവാദികളിൽ ഒരു വിഭാഗം വെടിനിർത്തൽ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് അമേരിക്ക ആരോപിക്കുന്നുമുണ്ട്. IRGCയിലെ ഈ വിഭാഗക്കാരാണ് കപ്പലുകളെ ആക്രമിക്കുന്നത് എന്നും ഇത് വീണ്ടും സൈനിക ആക്രമണങ്ങൾക്ക് കാരണമാകുന്നുവെന്നും US ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. എന്നാൽ ആഭ്യന്തര ഭിന്നതകളെക്കുറിച്ചുള്ള അമേരിക്കൻ വാദങ്ങൾ ഇറാൻ തള്ളിക്കളഞ്ഞു. തങ്ങളുടെ നേതൃത്വം ഐക്യത്തോടെ തുടരുന്നു എന്നാണ് അവർ പറയുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറന്നിടുമെന്ന് പരസ്യമായി ഉറപ്പ് നൽകണമെന്ന് അമേരിക്ക ടെഹ്റാനോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ഈ പാതയിലൂടെ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിത സഞ്ചാരം ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചിയും ഒമാൻ വിദേശകാര്യമന്ത്രിയും ശനിയാഴ്ച ചർച്ച നടത്തിയിരുന്നു. ആയത്തുള്ള അലി ഖമനിയുടെ വധത്തിന് ശേഷം ഇറാന്റെ സാരഥ്യം ഏറ്റെടുത്ത മകൻ മുജ്തബ ഖമനയി ആദ്യമായി പിതാവിനെക്കുറിച്ച് സംസാരിച്ചതും യുദ്ധവുമായി ചേർത്തു വായിക്കണം. പിതാവിന്റെ രക്തത്തിന് പകരം ചോദിക്കുമെന്ന് മുജ്തബ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഇറാനിലെ ജനങ്ങളുടെ ആവശ്യമാണ് എന്നും മുജ്തബ പറഞ്ഞതാണ്. അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെയാണ് മുൻ പരമോന്നത നേതാവായ തന്റെ പിതാവ് അലി ഖമനയുടെയും കൂട്ടാളികളുടെയും വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് മുജ്തബ മുന്നറിയിപ്പ് നൽകിയത്. ഈ സന്ദേശം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നു. ഇറാൻ ചെയ്യാനിരിക്കുന്ന ഈ പ്രതികാരം നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നാണ് മുജ്തബ പ്രസ്താവനയിൽ പറഞ്ഞത്. ആയത്തുള്ള അലി ഖമനിയുടെ വധത്തിന് മാസങ്ങൾക്ക് ശേഷം ഇറാനിലും ഇറാഖിലുമായി നടന്ന അനുശോചന ചടങ്ങുകളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തതിനെ ശത്രുക്കളെ തകർക്കുന്ന ജനപങ്കാളിത്തമെന്നാണ് മുജ്തബ വിശേഷിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വധഭീഷണിയുണ്ടെന്ന ഇസ്രായേലി റിപ്പോർട്ടുമായി മുജ്തബയുടെ ഭീഷണിയും നിലവിലെ യുദ്ധ സാഹചര്യവും ചേർത്തു വായിക്കാം. ആക്രമണം നടത്തി ഇറാനെ മുറിവേൽപ്പിച്ചതിന് പുറമെ വാക്കുകൾ കൊണ്ടും രാജ്യത്തെ നൊമ്പരപ്പെടുത്തി ട്രംപ്. കൊലപ്പെടുത്തിയതിനു ശേഷവും ആയത്തുള്ള അലി ഖമനിയെ ഇകഴ്ത്തി സംസാരിച്ചു. അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെ കരഞ്ഞ സ്ത്രീകളുടെ കണ്ണീരിനെ വ്യാജമെന്ന് വിശേഷിപ്പിച്ചു. അങ്ങനെ ഇറാനിയൻ ജനതയെയും ഭരണകൂടത്തെയും ഒരുപോലെ വെറുപ്പിച്ചു ട്രംപ്. താൻ വധിക്കപ്പെടാം എന്ന് ട്രംപ് കരുതുന്നുമുണ്ട്. ഇറാനെ നിസ്സാരർ എന്ന് പൊതുവേദികളിൽ പറഞ്ഞിരുന്ന ട്രംപ് അവരുടെ വധഭീഷണിയെ ഗൗരവതരമായി കാണുന്നു. താൻ വധിക്കപ്പെട്ടാൽ ഇറാൻ ആക്രമണത്തിന് തയ്യാറായി 1000 മിസൈലുകൾ ലോക്ക്ഡ് ആൻഡ് ലോഡഡ് എന്നാണ് ട്രംപ് പറയുന്നത്. തന്നെ വധിക്കുന്നത് ഒഴിവാക്കിയാൽ ഇറാന് വലിയ നാശത്തിൽ നിന്ന് ഒഴിവാകാം എന്ന ധ്വനിയും ആ ഭീഷണിക്ക് പിന്നിലുണ്ട്. ഈ ഭീഷണി ഉയർന്ന സമയത്താണ് ഇറാൻ യുദ്ധത്തിലെ ഇടക്കാല കരാർ അവസാനിച്ചുവെന്ന് ട്രംപ് പറഞ്ഞത്. ദിവസങ്ങൾക്കകം പേർഷ്യൻ ഗൾഫിൽ പുതിയ സംഘർഷം ഉടലെടുക്കുകയും ചെയ്തു.